സൂപ്പർ ജിംനി എന്ന സിനിമയിൽ ഒരു പ്രധാന വേഷത്തിലെത്തുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മൻരാജേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഹായ്, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. നമസ്കാരം. അപ്പോൾ ഒരുപാട് നാളായി കണ്ടിട്ട്, എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം, നല്ല കുഴപ്പമില്ലാതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് നമ്മൾ ഇന്റർവ്യൂ എടുത്തത് കെങ്കേമം. അത് കഴിഞ്ഞിട്ട് സിനിമ കെങ്കേമം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ചെയ്ത പടമായത്. അത് കഴിഞ്ഞിട്ട് തിയേറ്റർ റിലീസാണോ ഈ സിനിമ? അതെ അതെ. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു സിനിമയുടെ ഭാഗമാകുന്നത്? ഇത് അനു പുരുഷോത്തം എന്ന ഡയറക്ടറുടെ പേരാണ്. ഡയറക്ടർ ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ സബ്ജക്റ്റ് പറഞ്ഞപ്പോൾ അത് ഇഷ്ടപ്പെട്ടു. നമ്മുടെ തൊഴിലല്ലേ. ഇന്നലെ അതിന്റെ ട്രെയിലർ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. ഇന്നലെ റിലീസ്. ഇതിലൊരു ക്യാരക്ടർ എങ്ങനെയാണ്? ഇത് ഇച്ചിരി റഫായിട്ടുള്ള ക്യാരക്ടറാണ്. അത് അങ്ങനെ ചെയ്യാത്തൊരു ടൈപ്പാണോ? അത് ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു വ്യത്യസ്തമായ സോമൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം. ഇയാള് ഈ നാട്ടുകാരോടും വീട്ടുകാരോടും ഒന്നും പ്രതിബദ്ധതയില്ലാതെ എന്ത് ചെയ്യാൻ വേണ്ടി നടക്കുന്ന ഒരു കഥാപാത്രം. നല്ല ഇഷ്ടപ്പെട്ട് തന്നെ ചെയ്ത കഥാപാത്രം. ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഡ്രഗിനെ ബേസ് ചെയ്തിട്ട് എന്തോ ഡ്രഗ് ഉണ്ട് അതിന്റെ പുറകിൽ. അതുകൊണ്ട് അതെ, ഒരു സോഷ്യൽ മെസ്സേജ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയാണോ? ഉണ്ട്, സോഷ്യൽ മെസ്സേജ് നന്നായിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ അത് മീനാക്ഷിയാണ് മെയിനായിട്ട്. അതെ 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 അതെ, മീനാക്ഷി ഉണ്ട്. നല്ലൊരു ആർട്ടിസ്റ്റ് ഒരുപാട് പേരുണ്ട്, ഒരുപാട് ഗ്യാങ് ഉണ്ട്. അപ്പോൾ കുറേ വരും ഇതിൻ്റെ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഈ സിനിമയുടെ ഒരു എക്സ്പീരിയൻസ് മൊത്തത്തിൽ? ഇത് നമ്മൾ വ്യത്യസ്തമായ ലൊക്കേഷനാണ്. മലയാലപ്പുഴ. പ്രൊഡ്യൂസർ രാജേഷ് മലയാലപ്പുഴയാണ് പുള്ളി. ആ മലയാലപ്പുഴ ലൊക്കേഷന് മലയാലപ്പുഴ പത്തനംതിട്ട ഡിസ്ട്രിക്ട്. അങ്ങനെ വ്യത്യസ്തമായ ലൊക്കേഷനിൽ വെച്ചിട്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു രസകരമായിട്ട് തോന്നി. പിന്നെ ഇപ്പോൾ പറഞ്ഞാൽ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പം കഥാപാത്രങ്ങൾ ഒന്ന് വില്ലത്ര ഇച്ചിരി കൂടുതലുള്ള കഥാപാത്രമാണ് എനിക്ക് തന്നിരിക്കുന്നത്. അതെ അതെ അതെ. അപ്പോൾ എത്രമാത്രം അത് ജനം എടുക്കും എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ഇപ്പോൾ ഈ ഡ്രഗിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, കഴിഞ്ഞ ദിവസം കോഴിക്കോടാണ് ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് സ്വന്തം അമ്മേനെ ഒരു ആള്, സ്വന്തം മോൻ തന്നെ വെട്ടിക്കുന്നത്. അതെ 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 അതെ. ആ ഒരു വാർത്തയൊക്കെ അല്ലെങ്കിൽ അതേപോലത്തെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ വരുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ്. ഇത് മനുഷ്യന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വേറൊരു രൂപത്തിലേക്ക് വരികയാണല്ലോ. ഇത് കഴിച്ചു കഴിഞ്ഞാൽ അല്ലെ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു രൂപത്തിൽ അവൻ എന്താ ചെയ്യുന്നതെന്ന് അവന് തന്നെ അറിയത്തില്ല. അപ്പം അതിൽ നിന്ന് എന്താണ് സുഖം കിട്ടുന്നതെന്നും അറിയത്തില്ല. ചേട്ടൻ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ? അതായത് അങ്ങനെ ആരെങ്കിലും പരിചയമുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഒരു? അല്ല, നമ്മുടെ മാധ്യമങ്ങളിൽ തന്നെ ഡെയിലി പത്രത്തിൽ ന്യൂസ് വരുന്നതല്ലേ ഇതിങ്ങനെ. എത്ര പേര് ഈയിടെ കണ്ടില്ലേ, സ്വന്തം അമ്മയാണെന്ന്. അതെ, അതൊന്നും അറിയാതെ ഇതില് അതെന്തോ മാറിപ്പോവും, എന്തോ ഒരു മായാജാലത്തിലായി പോവാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ. അതിനെതിരെ ഒരു സോഷ്യൽ മെസ്സേജ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ തലമുറ അങ്ങനെ ഒരു അഡിക്ഷനിലേക്ക് പോകാൻ കാരണം തോന്നുന്നത്? അത് ഞാൻ പറഞ്ഞല്ലോ, വിവരം കൂടിയിട്ടാവാം. എന്തായാലും വിവരം കൂടുന്നതിന്റെ പ്രശ്നം. അതെ 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 അതെ, അങ്ങനെ വരാം. അപ്പൊ നമ്മുടെ ഈ ഒരു സിനിമയിൽ അതേപോലെ ചർച്ച ചെയ്യുന്നുണ്ട്, നമ്മുടെ സമൂഹത്തിന് എന്തായാലും മെസ്സേജാണ് ശരിക്കും ഈ ഒരു സിനിമ. ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, ഡ്രഗ്സിന്റെ മാത്രമല്ല, അല്ലാതെ തന്നെ വേറെ കുറെ മെസ്സേജുകളുണ്ട്. അത് കഥയിലേക്ക് നമ്മളങ്ങനെ കടന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാം പറഞ്ഞു പോകും. ഇതിൽ പ്രധാന വേഷത്തിൽ ഇതൊന്ന് മീനാക്ഷി അല്ലേ? മീനാക്ഷി ഉണ്ട്. എല്ലാവരും തന്നെ പ്രധാന വേഷമാണ്. നായിക പ്രാധാന്യ ഒരു സിനിമയാണോ? നായിക ഇല്ലില്ല, അങ്ങനെയില്ല. കുട്ടികൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. കുട്ടികളുടെ ഒരു സിനിമയാണ്. കുട്ടികളുടെ സിനിമയല്ല, സത്യം പറഞ്ഞാൽ കുട്ടികളുടെ സിനിമയല്ല ഇത്. പടം കാണുമ്പോൾ നമുക്ക് തിയേറ്ററിൽ കാണും, കണ്ടു കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു നമ്മൾ വെറുതെ കഥ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കഥ പറയണോ? കഥ പറയണ്ട, കഥ സിനിമ കണ്ടിട്ട് കഥ മനസ്സിലാക്കിയാൽ അല്ലേ? അല്ല, നമ്മള് ഇന്റർവ്യൂല് കഥ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്ക് ആ ഒരു സിനിമ കാണാനുള്ള ഒരു ഇത് പോയാലോ. തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന ചിത്രമായിരിക്കും. അപ്പൊ അതിന്റെ പാട്ടുകളൊക്കെ കണ്ടപ്പോഴാണെങ്കിൽ ഭയങ്കര ഒരു തിയേറ്ററിക്കൽ വൈബ് തോന്നുന്നൊരു നല്ല പാട്ടല്ലേ? അതെ, നല്ല പാട്ടുകളായിരുന്നു. ഇനിയിപ്പോ ഏതൊക്കെ പ്രൊജക്ട്സ് ആണ് വരാനുള്ളത്? ഇനിയിപ്പം വരാനുള്ള 3-4 പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. അത് ഏതാ തിയേറ്ററിലേക്ക് വരുന്നതെന്ന് അറിയില്ല പെട്ടെന്ന്. കഴിഞ്ഞ തവണ നമ്മൾ കെങ്കേമത്തിന്റെ ഒരു ഇന്റർവ്യൂയുടെ സമയത്ത് നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സിനിമ സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. സ്വന്തമായിട്ട് ചെയ്യാനല്ല, ആരും വിളിച്ചു ടീം. അത് ഈ കെങ്കേമത്തിന്റെ ടീം തന്നെ വേറെ ഒരു പ്ലാൻ ഉണ്ട്. പ്രോജക്റ്റ് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഷാമോൻ എന്ന് പറഞ്ഞ ഡയറക്ടർ. അതെ അതെ അതെ. അല്ലാതെ ഡയറക്ഷനിലേക്ക് ഞാനില്ല. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു സംഭവമാണ് സീരിയലിന്റെ ഒരു ഇഷ്യൂ. സീരിയൽ നിരോധിക്കണം, അങ്ങനെ ഒരു ഇത്. അതിനെ പറ്റി എന്താണ് താങ്കളുടെ അഭിപ്രായം? എല്ലാം നടന്നു പോട്ടെ. നമ്മൾ സീരിയലാണെങ്കിലും സിനിമയാണെങ്കിലും ഇതുകൊണ്ട് ജീവിക്കുന്ന ഒട്ടേറെ അനവധി പേരുണ്ട്. അത്
നമുക്ക് നിരോധിക്കണം അല്ലെങ്കിൽ ഇത് വേണം എന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. എല്ലാം നടന്നു പോട്ടെ, പക്ഷെ ഒന്നും ഓവർ ആവരുതെന്നുള്ളൂ അല്ലേ. അല്ല, ഇപ്പൊ സിനിമയിലാണെങ്കിൽ പോലും ഇപ്പൊ മാർക്കോ എന്ന് പറഞ്ഞൊരു സിനിമ വന്നപ്പോൾ അതിനകത്ത് എക്സ്ട്രീം വയലൻസ് ആണ് കാണിക്കുന്നത്. ഇപ്പൊ സീരിയലിന്റെ കേസ് പറയുമ്പോൾ സീരിയൽ കാണുമ്പോൾ അമ്മമാര് അങ്ങനെ ആവുന്നു, അല്ലെങ്കിൽ കുടുംബത്തിൽ ഇത് കാണുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ യുവാക്കളുടെ ആരും എടുത്ത് നോക്കുകയാണെങ്കിൽ യുവാക്കൾക്ക് കൂടുതൽ വയലൻസ് ഉള്ള പടങ്ങളാണ് ഇപ്പൊ കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞൊരു ചർച്ച നടക്കുന്നുണ്ട് ഇപ്പൊ മൊത്തത്തിൽ. നമ്മള് തുടരെ വയലൻസ് ചെയ്താൽ അതും പോകും. തുടരെ ചിലപ്പോൾ വയലൻസ് കഴിഞ്ഞാൽ ആളുകൾക്ക് അതും വേണ്ടി. അപ്പൊ ഈ സീരിയലിന്റെ കേസിലും ഈ ഇതേപോലെ സിനിമയുടെ കേസിലും തമ്മിൽ എന്താ തോന്നുന്നത്? ഇപ്പോൾ സീരിയലിനെ കുറ്റം പറയുന്ന ഒരു സിനിമയിൽ ഇത് വരുമ്പോൾ അത് അടിപൊളിയാന്നുള്ള രീതിയിൽ പറയുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതുകൊണ്ട് ജീവിക്കുന്ന ഒട്ടനവധി പാത്രം കഴുകുന്നവർ മുതൽ പ്രൊഡക്ഷൻ ബോയ്സ് മുതൽ ലൈറ്റ് ബോയ്സ് മുതൽ ഒരുപാട് പേര് ജീവിക്കുന്നവരുണ്ട്. നമ്മൾ ഒരു അഭിപ്രായം പറയുമ്പോൾ അത് എല്ലാം നെഗറ്റീവായിട്ട് കാണരുത്, പോസിറ്റീവായിട്ട് ഇതിൻ്റെ അകത്ത് ഒരുപാട് ഘടകങ്ങളുണ്ടല്ലോ. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണെന്ന് അങ്ങനെ ഇപ്പം ജനം പറയാൻ പറ്റില്ലല്ലോ. ഇപ്പം പ്രേമലു തന്നെ ഓടി, പ്രേമലുവിന് വയലൻസ് ഇല്ലല്ലോ, വയലൻസ് ഇല്ല. അപ്പം ഇത് മാറി മാറിയാണ് വരുന്നത്. അതിപ്പോൾ എന്താ ഓടുന്നത് ജനങ്ങളുടെ ഇഷ്ടമാണ്. നമ്മൾ ഇന്നേ കാണാവുള്ളൂ എന്ന് പറഞ്ഞ് അവരെ കമ്പൽ ചെയ്യാൻ പാടില്ല. പിന്നെ ഇപ്പം സീരിയലിനെതിരെ ഇപ്പം അങ്ങനെ കേട്ടു. ഞാൻ സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ അഭിനയിച്ചായിരുന്നു, ഇപ്പം ഇല്ല. നേരത്തെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സലീംകുമാറായിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ വയലൻസുകൾ സിനിമയാണ് നമ്മുടെ പ്രേക്ഷകരെ അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളെ പൊട്ടിച്ചിരിപ്പിക്കുന്ന സിനിമകൾ വരാറില്ല, അത് ഇപ്പം ആളുകൾക്ക് വേണ്ട എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും ചിരിക്കാൻ ആളുകൾക്ക് ഇപ്പൊ മടിയാണോ? അങ്ങനെ ചിരിക്കുന്ന സിനിമകൾ ഉണ്ട്, നല്ല നല്ല ഫലിതം കൊടുത്ത ആർക്കും ഇഷ്ടമാണ്. നല്ല കോമഡി എല്ലാവർക്കും ഇഷ്ടമല്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ വയലൻസ് ഇഷ്ടമാണ്, പക്ഷെ നമുക്ക് ഒരു സ്ട്രെസ് റിലീഫാണ് ശരിക്കും തിയേറ്ററിൽ സിനിമ. നമുക്ക് ചിരിച്ച് നമ്മുടെ ഒരു വിഷമം മറക്കാൻ വേണ്ടിയാണ് നമ്മൾ തിയേറ്ററിലേക്ക് ഒരു കാലത്ത് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അങ്ങനത്തെ ഒരു സിനിമകൾ ഇല്ല എന്ന് തോന്നുന്നുണ്ടോ? കുറഞ്ഞു വരാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, കുറയുന്നതല്ല. ഞാൻ പറഞ്ഞല്ലോ, ഓരോ ട്രെൻഡാണ്, ഓരോ സമയത്തും ഓരോ ട്രെൻഡ് വരും എന്ന് പറയുന്നുണ്ട്. പക്ഷേ നല്ല പടങ്ങൾ നല്ലത് ഏതാണെങ്കിലും ആൾക്കാർ കാണും, ഫാമിലി ആയിട്ട് കാണും. ഇപ്പം എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ 90 വയസ്സായി, 90 വയസ്സായിട്ടുണ്ട്. അപ്പം ഇപ്പോൾ 90 ഇതിൻ്റെ സെലിബ്രേഷൻ നടക്കുക. അപ്പം ഞാൻ ചോദിക്കുന്നത്, അമ്മയ്ക്ക് ഇപ്പോഴും തിയേറ്ററിൽ പോയിരുന്ന് കാണുന്ന ആഗ്രഹമുണ്ട്. ഞാൻ കൊണ്ടുപോകാറുണ്ട്. ഇപ്പം TV കാണുന്നതിന് ഇഷ്ടം, തിയേറ്ററിൽ ഇരുന്ന് കാണുന്നതാണ് ഇഷ്ടം. അപ്പം നമ്മൾ ഓരോ തലമുറ വരുന്നതനുസരിച്ച് മാറി മാറിക്കൊണ്ടിരിക്കും. തിയേറ്റർ എക്സ്പീരിയൻസ് ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് കാണുക എന്ന് പറയുമ്പോൾ ജനങ്ങളുമായിട്ട് ഇണങ്ങി ചേർന്നിരുന്ന് കാണുന്നതേ, അത് നമുക്ക് അപ്പം തന്നെ റിസൾട്ട് അറിയാമല്ലോ. ഇപ്പൊ ഒരു കൂട്ടം ആളുകൾ പറയുന്നുണ്ട്, ഇപ്പൊ തിയേറ്റർ സിനിമകളൊക്കെ ഇല്ലാതെ ആവും, OTT ആണല്ലോ ഇപ്പൊ മൊത്തം. അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അല്ല, ഇപ്പൊ തിയേറ്ററുകളൊക്കെ പൊളിച്ച് ഓഡിറ്റോറിയം ആകും എന്നൊക്കെ പറഞ്ഞിട്ട് തിയേറ്ററുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലാണെങ്കിലും എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ ഒരിക്കലും വരാൻ വഴിയില്ല. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസാണ്. അതെ, അത് ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത ആളുകളായിരിക്കും പറയാൻ തോന്നുന്നു. എല്ലാത്തിലും നെഗറ്റീവും പോസിറ്റീവും ഉണ്ടല്ലോ. ഈ സിനിമ തന്നെ നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. നമ്മൾ ഇപ്പൊ സൂപ്പർ ജെമിനി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മളൊരു ഒരു സൂപ്പർ മുമ്പ് വന്നാണ് സൂപ്പർ ശരണ്യ എന്ന് പറഞ്ഞൊരു സിനിമ. അതെ, ഓടുന്ന പടങ്ങളുടെ പേരല്ലേ. സൂപ്പർ ശരണ്യ ഹിറ്റ് ആയിരുന്നു. അതേപോലെ തന്നെ എന്തായാലും ഹിറ്റായി മാറട്ടെ. ഹിറ്റാകാനുള്ള ചാൻസുകൾ ഒരുപാടുണ്ട് ഇതിനകത്ത്. അതിന്റെ എലമെന്റ്സ് ഉണ്ട്, നല്ല സോങ്ങുകളുണ്ട്, നല്ല സീക്വൻസ് ഉണ്ട്. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇപ്പൊ സൂപ്പർ ജിമ്മി വളരെ സൂപ്പർ ആവും എന്നാണ് തോന്നുന്നത്. അതെ, അതിന്റെ ഡയറക്ടർ ഇട്ട പേര് തന്നെയാണ്, അനൂപ് പുരുഷോത്തം എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. ജിമ്മി എന്നുള്ളത് മീനാക്ഷിയുടെ കഥാപാത്രത്തിന് പേരാണ്. അത് മൊത്തത്തിലുള്ളൊരു കഥ പറയണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പേരിന് ഒരു സസ്പെൻസ് ഉണ്ട്. അതെ, ക്ലൈമാക്സ് ഒരു പ്രത്യേക ക്ലൈമാക്സ് ആണ്. ഇതുവരെ വരാത്ത രീതിയിൽ ഒരു ക്ലൈമാക്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. എന്താണെങ്കിലും വളരെ പ്രതീക്ഷയുള്ള ചിത്രമാണ്. എന്തോ മുഴുനീള റോളാണോ സിനിമ? എന്റെ അതെ മുഴുനീള റോളാണ്. അപ്പൊ ഈ ഒരു സിനിമ കാണുമ്പോൾ പ്രേക്ഷകർക്ക് എന്താണ് അതിൽ നിന്ന് കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് തോന്നുന്നത്? മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഡ്രഗ്സിന്റെ കാര്യം പറയുന്നുണ്ട്, അല്ലാതെ വേറെ കുറേ എലമെന്റ്സ്, കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതിലാണ് മെസ്സേജ് കിട്ടുന്നതെന്നുള്ളത് ജനങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത് മോശമെന്ന് പറയാനില്ല, നല്ല സ്ക്രിപ്റ്റാണ്, തിരക്കഥ നല്ല തിരക്കഥയാണ്, നല്ല തിരക്കഥയും സംഭാഷണം. അതെ, നന്ദകുമാർ എന്ന് പറഞ്ഞ ക്യാമറാമാനാണ് തിരുവനന്തപുരത്തുള്ള. ക്യാമറ വർക്കാണെങ്കിലും എല്ലാവരും ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. അപ്പം മെസ്സേജ് തീർച്ചയായിട്ടും നല്ല മെസ്സേജ് കിട്ടും. അപ്പൊ അതുപോലെ കഴിഞ്ഞ ദിവസം ജയസൂര്യ അഭിനയിച്ചൊരു വെള്ളം എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു.
ആ സിനിമ കണ്ടിട്ട് ഒരാൾ മദ്യപാനം നിർത്തി എന്ന് പറഞ്ഞിട്ട് ജയസൂര്യനെ പോയി കണ്ട ഒരു സംഭവം ഉണ്ടായിരുന്നു. ജയസൂര്യ വെള്ളത്തിനുള്ള മരുന്ന് കൊടുത്തു. അല്ല, ജയസൂര്യയുടെ ആ അഭിനയം കണ്ടിട്ട് അല്ലെങ്കിൽ ആ ഒരു സിനിമ കണ്ടിട്ട് ഒരാള് മദ്യപാനം, ഒരാളെന്നല്ല ചിലപ്പോൾ കേരളത്തിൽ ഒരുപാട് പേര് ചിലപ്പോൾ മദ്യപാനം നിർത്തി കാണാം. പുള്ളി മദ്യപാനം നിർത്താൻ വേണ്ടി എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ നോക്കിയിരിക്കുകയാണ് അല്ലേ. അതേപോലെ നമ്മുടെ ഈ ഒരു സിനിമ കാണുമ്പോൾ ഡ്രഗ് അഡിക്ട് ഇപ്പൊ കൂടി വരുന്ന സംഭവമാണ്. നമ്മുടെ കേരളത്തിൽ ഡ്രഗ് അഡിക്ട്സ് കൂടുന്നു, ലഹരി. ഇപ്പൊ റീസെന്റ് ആണ് നമ്മൾ പറഞ്ഞ പോലെ സ്വന്തം അമ്മേനെ വെട്ടിക്കൊള്ളുന്ന രീതിയിലായി. മറ്റേ വെള്ളം അടിക്കുക അതൊക്കെ ഒരു നെഗറ്റീവ് പാഷനിലേക്ക് പോയിരിക്കുകയാണ്. അത് ഇപ്പം എപ്പം ന്യൂസ് എടുത്ത് നോക്കിയാൽ ഇത് മാത്രമല്ല. അതെ അതെ, കേരളത്തിന്റെ ഒരു ഇത് തന്നെ മാറിപ്പോയി ശരിക്കും പറഞ്ഞാൽ. അപ്പൊ നോർത്ത് ഇന്ത്യയിലേക്കായിരുന്നു പണ്ട് നമ്മൾ ഇത് കണ്ടോണ്ടിരുന്നത്. സ്വന്തം അമ്മേനെ വെട്ടിക്കൊന്നു, ഇത്ര എന്താ പറയാ വിദ്യാഭ്യാസം ഉണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്. മലയാളികൾ ഇങ്ങനെ ചെയ്യുന്ന ഒരിക്കലും നമ്മൾ അവർ ചെയ്യുന്നതല്ലേ, ഡ്രഗ്സ് ചെയ്യുന്നതാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇത് എന്തിനാണത് ചെയ്യുന്നത്, എന്തിനാണത് കുത്തിക്കയറ്റുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അതിനെതിരെ ഇവിടെ നിയമം ഇതൊക്കെ ഉണ്ട്. പക്ഷെ പിന്നെ ഈ നിയമത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുകയുള്ളൂ. ചെയ്ത് കഴിഞ്ഞിട്ട് പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ലല്ലോ. ഒരിക്കൽ പെട്ടുപോയത് തന്നെയാണ്. ഇപ്പോൾ കുട്ടികളിലാണ് കൂടുതലും, കുട്ടികളിലേക്ക് വ്യാപിക്കുന്നുണ്ടെന്ന് കേൾക്കുന്നു. എന്താണെന്ന് ഇത് ചെറിയ കുട്ടികളിലേക്കും ഇപ്പം സ്കൂള് തലത്തിലൊക്കെ ഇത് കൊണ്ട് കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പടത്തിൽ പറയുന്നുണ്ട്, കാര്യമായിട്ട് പറയുന്നുണ്ട് പടത്തിൽ. അപ്പോൾ എന്തായാലും നമ്മുടെ സിനിമയിന് റിലീസിന് വരികയാണ്. എന്താണ് നമ്മുടെ ഓഡിയൻസിനോട് അവസാനമായിട്ട് പറയാനുള്ളത്? അവസാനമായിട്ട് പറയാൻ എനിക്ക് ഇനിയും പറയാൻ കൂടെ കാര്യങ്ങളുണ്ട്. ഓഡിയൻസ് തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണുന്ന ചിത്രം. എന്താണെന്ന് വെച്ചാൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആയി ഈ പടം. നല്ല സോങ്, നല്ല കണ്ടന്റ്, നല്ല കണ്ടന്റാണ്. ഇതുവരെ വരാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അനു പുരുഷോത്തമ സംവിധായകൻ്റെ ഒരു ആദ്യ സിനിമയാണ്, അല്ല പുള്ളി രണ്ടാമത്തെ സിനിമ. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സംവിധായകനാണ്, പ്രതീക്ഷയുള്ള സംവിധായകനാണ്. മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റ് ആയിരിക്കും. സൂപ്പർ ജമിനി, സൂപ്പർ ആകട്ടെ അല്ലേ, സൂപ്പർ ശരണ്യ പോലെ സൂപ്പർ ജമിനി ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്തായാലും സിനിമ ഒരു ഗംഭീര വിജയമാവട്ടെ. മഞ്ജുരാജേട്ടൻ്റെ ഒരുപാട് സിനിമകൾ ഇനി വരാനുണ്ടെന്നാണ് പറഞ്ഞത്. എല്ലാം അതെ, ഞാൻ പടത്തിന്റെ പേരുകൾ പറയാതെ അടുത്ത പ്രൊമോഷന് വേണ്ടി പറയണ്ടേ? അതെ അതെ അതെ, അതിനുവേണ്ടി പറയായിരുന്നു. അപ്പൊ എന്തായാലും ഇനി തുടരെ ഈ വർഷം സിനിമകളുണ്ട്. ഉണ്ട്, തുടർച്ചയായിട്ടുണ്ട്, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും താങ്ക് യു.